നമസ്കാരം. നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 78ാമത്തെ രക്തസാക്ഷി ദിനമാണിന്ന്. ഇന്നത്തെ ദിവസം ഒരു മനുഷ്യൻ ഇവിടെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. CJ റോയ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഉടമയാണ്. ബാംഗ്ലൂരുവിലെ ഫ്ളാറ്റിലാണ് അദ്ദേഹം സ്വയം വെടിയുതിർത്ത് മരിച്ചത്. ED റെയ്ഡിനിടെയാണ് അദ്ദേഹം അത്തരത്തിലൊരു ആത്മഹത്യക്ക് മുതിർന്നത്. അതായത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി BJP അധികാരത്തിലെത്തിയതിനു ശേഷം CBI, NIA, അതുപോലെ തന്നെ ED തുടങ്ങിയ അന്വേഷണ ഏജൻസികളെ കൊണ്ട് ചില ആളുകളെയൊക്കെ വല്ലാതെ വേട്ടയാടുന്നു എന്ന ചില വാർത്തകളൊക്കെ കഴിഞ്ഞ സമയങ്ങളിൽ പുറത്തു വന്നിട്ടുണ്ട്. ചില ആളുകളൊക്കെ പേടിച്ച് അവസാനം BJPയിലേക്ക് പോയി. അത് തന്നെയാണ് BJPയുടെ ലക്ഷ്യം. നിങ്ങൾക്ക് ED യെ പേടിയുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ സംരക്ഷിക്കാം, സംഘം നിങ്ങൾക്ക് കാവലുണ്ട്. ഇങ്ങനെ ഒരു സന്ദേശം ആരെയാണ് BJP വേട്ടയാടാൻ ഉദ്ദേശിക്കുന്നത് അവർക്ക് കൊടുക്കും. പേടിച്ച് ചില ആളുകളൊക്കെ BJPയിലേക്ക് പോകും. അങ്ങനെ പോയ ചില കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ കഴിഞ്ഞ ദിവസം സാബു M ജേക്കബ് എന്ന് പറയുന്ന 2020 എന്ന് പറയുന്ന സംഘടനയുടെ ചീഫ് കോർഡിനേറ്റർ, അതുപോലെ തന്നെ നേരത്തെ പത്മജ വേണുഗോപാൽ, അങ്ങനെ കേരളത്തിൽ നിന്നും ഇന്ത്യയിലെ വിവിധ സ്റ്റേറ്റുകളിൽ നിന്നുമൊക്കെ നിരവധി ആളുകൾ ED യെ പേടിച്ച് BJPയിലേക്ക് എത്തി. എന്നാൽ ചില ആളുകളൊന്നും BJPയിലേക്ക് പോകാൻ തയ്യാറായില്ല. ഈ BJPയിലേക്ക് പോകാൻ തയ്യാറാകാത്ത ഒരു വ്യക്തിയാണ് ഇന്ന് ആത്മഹത്യ ചെയ്തത്. ED റെയ്ഡിനിടെയാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാനുള്ള ഒരു കരുത്തുണ്ടായില്ല. അദ്ദേഹം മരണത്തിന് കീഴടങ്ങി. എന്നാൽ പിടിച്ചു നിന്ന ചില ആളുകളുണ്ട്. DK ശിവകുമാർ, അദ്ദേഹം കർണാടകയിലെ ഉപമുഖ്യമന്ത്രിയാണ്, കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹത്തെ ഒരുപാട് കാലം ജയിലിലിട്ട് മാനസികമായും ശാരീരികമായും ഒക്കെ പീഡിപ്പിച്ചു. പക്ഷെ അദ്ദേഹം ഒരു ഘട്ടത്തിലും BJPയിലേക്ക് പോകാൻ തയ്യാറായില്ല. കോൺഗ്രസിൽ ഉറച്ചു നിന്നു. ഇന്ന് അദ്ദേഹം കർണാടകയിൽ ഉപമുഖ്യമന്ത്രിയാണ്. എന്തായാലും ഈ കഴിഞ്ഞ സമയങ്ങളിൽ BJP ഭീഷണിപ്പെടുത്തിയും അന്വേഷണ ഏജൻസികളെ വെച്ചുമൊക്കെ അവരുടെ പാർട്ടി വളർത്തി ചില ആളുകളൊക്കെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ BJPയിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് മരിക്കുകയാണ്, മരണമാണ് നല്ലത് എന്ന് തീരുമാനിച്ചു മരണം തിരഞ്ഞെടുത്തു. എന്തായാലും ഇന്നത്തെ ദിവസം ഇവിടെ സംഘപരിവാർ സംഘടനകളുടെ അവർ ചില അന്വേഷണ ഏജൻസികളെ വെച്ച് വേട്ടയാടിയതിന്റെ ഭാഗമായി ഒരു മനുഷ്യന് മരണം തിരഞ്ഞെടുക്കേണ്ടി വന്നു എന്നുള്ളത് അതീവ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയാണ്. അതേസമയം സാബു M ജേക്കബ്, അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ സമയങ്ങളിൽ പുറത്തു വന്ന ചില വാർത്തകളുണ്ട്. ED പേടിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അദ്ദേഹം BJPയിലേക്ക് പോയത്, അല്ലെങ്കിൽ NDAയിലേക്ക് പോയത് എന്നതായിരുന്നു വാർത്ത. ആ വാർത്ത നിഷേധിച്ച ചില ആളുകളൊക്കെ രംഗത്തെത്തിയപ്പോൾ അദ്ദേഹവും അതുപോലെ തന്നെ EDയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ചില വിവരങ്ങൾ ചില മാധ്യമങ്ങൾ പുറത്തുവിട്ടു. ഇപ്പോൾ 6 കോടി അടക്കേണ്ടിടത്ത് വെറും 88,000 രൂപ മാത്രമാണ് സാബു M ജേക്കബ് അടച്ചത്. EDയെ പേടിച്ച് തന്നെയാണ് അദ്ദേഹം NDAയിലേക്ക് പോയത് എന്ന വാർത്തയ്ക്ക് കൃത്യമായിട്ടുള്ള തെളിവുകളും സ്ഥിരീകരണവും ഒക്കെ ഉണ്ടായിരിക്കുകയാണ്. എന്തായാലും ഇവിടെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച ഒരുപാട് ആളുകളുണ്ട്. അവരെ കൂടെ ഈ ഒരു സമയത്ത് ഓർക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജസ്റ്റിസ് ലോയെ, അതുപോലെ തന്നെ ഹേമന്ത് കർക്കറെ ഉൾപ്പെടെയുള്ള ആളുകൾ. മലഗാവ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അന്വേഷണം RSSന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സമയത്താണ് ഹേമന്ത് കർക്കറെ കൊല്ലപ്പെടുന്നത്. ആ കേസന്വേഷണം നടത്തിയിരുന്നത് ഹേമന്ത് കർക്കറെ ആയിരുന്നു. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ബന്ധപ്പെട്ട് ചില കേസുകളിൽ വിധി പറയാനിരിക്കുന്ന സാഹചര്യത്തിലാണ് ജസ്റ്റിസ് ലോയയുടെ ദുരൂഹ മരണം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടെ ഈ കഴിഞ്ഞ 2 ദിവസങ്ങൾക്കുള്ളിൽ നടന്ന ചില വിഷയങ്ങളാണ്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് ചില ആരോപണങ്ങളും അതുപോലെ തന്നെ ആ ആരോപണങ്ങൾ ശരിവെക്കുന്ന ചില തെളിവുകളും ഒക്കെ പുറത്തു വന്നത് ഇന്നും ഇന്നലെയും ഒക്കെ ആയിട്ടാണ്. മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ മരണം, ആ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന് ആരോപിച്ചിരിക്കുന്നത് രാജ്യത്തെ ഒരു സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രിയാണ്, മമതാ ബാനർജിയാണ്. അവർ പറയുന്നത് രാഷ്ട്രീയ നേതാക്കൾക്ക് പോലും ഇവിടെ അവരുടെ ജീവന് പോലും ഒരു സുരക്ഷയുമില്ല. ഏത് നിമിഷവും അവർ കൊല്ലപ്പെട്ടേക്കാം, അല്ലെങ്കിൽ അവർ ആത്മഹത്യ ചെയ്തേക്കാം, അല്ലെങ്കിൽ ദുരൂഹ സാഹചര്യത്തിൽ ഒരു മരണം സംഭവിച്ചേക്കാം എന്ന് കൃത്യമായി അവർ പറയുകയാണ്. ഈ അജിത് പവാറുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഈ ഫ്ലൈറ്റ് ആക്സിഡന്റ് അത് സംഭവിക്കുന്നതിന് 21 മണിക്കൂർ മുമ്പ് അദ്ദേഹം മരിച്ചതായി ഇവിടെ വിക്കിപീഡിയയിൽ ചില വിഷയങ്ങളൊക്കെ പ്രചരിച്ചിരുന്നു. എന്തായാലും അത്തരത്തിലുള്ള ചില വിഷയങ്ങളും അതുപോലെ തന്നെ ഈ മരണവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ആരോപണങ്ങളും ഒക്കെ അതുമായി എന്തൊക്കെയോ ബന്ധമുണ്ട് എന്ന് വ്യക്തമാകുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിൽ വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മജിയുടെ 78ാമത് രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകളും അതുപോലെ തന്നെ വാർത്തകളും ഒക്കെ നിറഞ്ഞു നിൽക്കുമ്പോൾ മഹാത്മജിയെ നേരിട്ടാണ് വെടിവെച്ചു കൊന്നതെങ്കിൽ പിന്നീട് സംഘപരിവാർ സംഘടനകൾ അത്തരത്തിലുള്ള ചീത്തപ്പേരുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടി അവർ ദുരൂഹ മരണങ്ങൾ സംഘടിപ്പിക്കുന്നു. ഹേമന്ത് കർക്കറെ ഉൾപ്പെടെ ജസ്റ്റിസ് ലോയെ ഉൾപ്പെടെയുള്ള ആളുകളുടെ
ദുരൂഹ മരണത്തിൽ അവർക്ക് പങ്കുണ്ട് എന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ പിന്നീട് പുറത്തു വരുന്നു. ഇപ്പോൾ അന്വേഷണ ഏജൻസികളെ വെച്ച് ചില ആളുകളെ വേട്ടയാടുന്നതിന്റെ ഭാഗമായി ഒന്നുകിൽ BJP-ക്കൊപ്പം നിൽക്കുക, അല്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ നശിപ്പിച്ചു കളയുമെന്നുള്ളൊരു ഭീഷണി സംഘപരിവാർ സംഘടനകളുടെ ഭാഗത്തു നിന്നുണ്ടായതിന്റെ ഭാഗമായി മഹാത്മജിയുടെ രക്തസാക്ഷി ദിനത്തിന്റെ അന്ന് തന്നെ ഒരു മനുഷ്യൻ അന്വേഷണ ഏജൻസികളെ പേടിച്ച് ആത്മഹത്യ ചെയ്തു എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരുന്നു. എന്തായാലും അതീവ ഗൗരവ സ്വഭാവമുള്ള വാർത്തകൾ തന്നെയാണ്, വിഷയങ്ങൾ തന്നെയാണ് ഇപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടും സംഘപരിവാർ സംഘടന ഈ രാജ്യത്തിനൊരു ഭീഷണിയാണ്. അവരെ പടിയടച്ച് പിണ്ടം വെക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന തെളിവുകളും വാർത്തകളും തന്നെയാണ് പുറത്തു വരുന്നത്.